الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا. يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا. يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ ചലനങ്ങളും അതിസൂക്ഷ്മമായി റഹ്മാനായ റബ്ബ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി എന്നോടും എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഒരുപാട് ആളുകൾ മക്കയിലെത്തിയിരിക്കുകയാണ്. ഒന്ന് രണ്ട് ഖുതുബകളിലായി ഹജ്ജുമായി ബന്ധപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളിൽ നിന്നും
വിശ്വാസികൾ അനുവർത്തിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെക്കുറിച്ചാണ് നാം സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ നാടുകളിൽ നിന്നും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി തയ്യാറെടുത്തു പോയ സഹോദരി സഹോദരങ്ങൾക്ക് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അന്ന് പ്രസവിച്ച ഒരു കുട്ടിയെപ്പോലെ സർവ പാപങ്ങളും കഴുകിക്കളഞ്ഞ് പൂർണ്ണമായ ആരോഗ്യത്തോടെ സന്തോഷത്തോടുകൂടെ നമ്മിലേക്ക് മടങ്ങി വരാനും റഹ്മാനായ റബ്ബ് അവർക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും മഹാഭാഗ്യവാന്മാരാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ അനുഗ്രഹം എന്ത് എന്ന് ചോദിച്ചാൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു തരത്തിലുള്ള അർത്ഥശങ്കക്കിടയില്ലാത്ത രൂപത്തിൽ പറയും, ഞാനൊരു മുസ്ലിമായി എന്നുള്ളതാണ്. ഒരുപാട് സൃഷ്ടിജാലങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൽ അള്ളാഹുവേദനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം മനുഷ്യർക്കിടയിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കുവാനുള്ള തൗഫീഖ് അത് അള്ളാഹു നൽകിയതാണ്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഈ തൗഹീദ് നമ്മിലേക്ക് അള്ളാഹു നൽകിയത്? എന്തിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് എനിക്കും നിങ്ങൾക്കും ഈ തൗഹീദ് അള്ളാഹു നൽകിയിട്ടുള്ളത്? അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ സർവ്വ വേദഗ്രന്ഥങ്ങളിലൂടെയും പഠിപ്പിച്ച എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ആ തനതായ തൗഹീദ്, കറകളഞ്ഞ തൗഹീദ്. ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം, അത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. അതായിരുന്നു അദ്ദേഹത്തിന്റെ ക്വാളിറ്റി. അദ്ദേഹം ശിർക്ക് ചെയ്യാത്ത വ്യക്തിയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റണം എന്ന് പ്രവാചകരോടും പറഞ്ഞു. അവിടെയും അല്ലാഹ് പറഞ്ഞത് വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല. അദ്ദേഹം ഋജുമാനസ്ഥനായിരുന്നു. ഏറ്റവും ശരിയായ രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന് പറയുന്ന ആളുകളാണ് നാം. നമ്മുടെ ഇബാദത്തുകളൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ സത്താവായ റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ മാത്രമേ സമർപ്പിക്കൂ എന്ന് പറയുന്ന, പ്രഖ്യാപിക്കുന്ന ആളുകളാണ് നാം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇത് പ്രഖ്യാപിക്കുന്നവരാണ് നാം. ഞാനൊരു ബഹുദൈവ വിശ്വാസിയല്ല. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുന്നവനാണ് നാം. ഇത് പ്രഖ്യാപിക്കുന്നവരാണ്. പക്ഷേ മുസ്ലിം പേരുകളുള്ള, മുസ്ലിം നാമധാരികളായ എത്ര ആളുകൾക്കാണ് ഈ തൗഹീദിന്റെ സുന്ദരമായ ആദർശം ലഭിക്കാതെ പോയിട്ടുള്ളത്, ഇതിൽ നിന്നും പിഴച്ചുപോയിട്ടുള്ളത്? പലതരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളിലൂടെ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്ന എന്തൊരു ദുര്യോഗമാണ് പലപ്പോഴും മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ തന്നെ വന്നുപെട്ടിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിച്ചു. ഈ സുന്ദരമായ ആദർശം അത് അള്ളാഹു നമ്മിലേക്ക് എത്തിച്ചു തന്നു എന്നുള്ളത്, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് തിരിച്ചറിയുന്ന നാം, ഇത് ഉൾക്കൊള്ളുന്ന നാം മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇത് നാം ഉൾക്കൊള്ളുന്നു. ഞാൻ തൗഹീദ് മനസ്സിലാക്കി, ഞാൻ ശരിയായ ആദർശം മനസ്സിലാക്കി, ഞാൻ ഖുർആൻ ക്ലാസ് പങ്കെടുക്കുന്നു, ഞാൻ ഖുതുബകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ, തഫ്സീറുകളിലൂടെ, ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ ഈ തൗഹീദ് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഞാൻ ഉൾക്കൊണ്ടു. ഞാൻ ഇതെന്റെ മക്കളോട് പറയാൻ തയ്യാറല്ല. ഞാൻ ഇതെന്റെ ഭാര്യയോട്, എന്റെ ഭർത്താവിനോട്, എന്റെ മാതാപിതാക്കളോട്, എന്റെ സമൂഹത്തോട്, എന്റെ നാട്ടുകാരോട്, എന്റെ സുഹൃത്വലയങ്ങളോട്, അവരോടൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. ഇത് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അനുയോജ്യമല്ല. മാത്രമല്ല,
ഒരു യഥാർത്ഥ വിശ്വാസിയാണ് എങ്കിൽ ഈ തൗഹീദ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അനിവാര്യമാണ് എന്നാണ്, നിർബന്ധമായ ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും സകാത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മുസ്ലിം സഹോദരങ്ങൾ ഈ തൗഹീദ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ദഅവ പ്രവർത്തനങ്ങളിൽ സജീവമാകാറില്ല. അത് ഏതൊക്കെയോ ചില ആളുകൾ ചെയ്യേണ്ടതാണ് എന്നുള്ള ധാരണയിൽ നമ്മളിങ്ങനെ നമ്മുടെ നിസ്കാരം, ഖുർആനും അതുപോലെ തന്നെ ദിക്റുകളും ഹജ്ജും പിന്നെ മറ്റു കർമ്മങ്ങളൊക്കെ ആയി പോയാൽ മതി, അത് ചില ആളുകൾ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്ന ചില ഏർപ്പാട് നമ്മുടെ സഹോദരങ്ങൾക്കിടയിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിലെ 125-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ഉദ്ഉ, നിങ്ങൾ മനുഷ്യരെ ക്ഷണിക്കണം, നിങ്ങൾ വിളിക്കണം, നിങ്ങൾ പ്രബോധനം നടത്തണം. വൽ തകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്നൊരു സമുദായം ഉടലെടുക്കണം, നിങ്ങളിൽ നിന്നൊരു വിഭാഗം ആളുകൾ ഉണ്ടാവണം. എന്താണ് അവരുടെ പ്രത്യേകത? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുണ്ടാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അഥവാ പ്രബോധനം, ദഅവ എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും അനിവാര്യമായ ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൽ പ്രഭാഷണം നടത്താൻ കഴിയുന്നവരുണ്ടാകും, അതിൽ എഴുതി പ്രചരിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ വ്യക്തിഗതമായി സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകും. ഈ രൂപത്തിൽ ഏതൊക്കെ സാമ്പത്തികമായി ഈ ദഅവ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ, ആരോഗ്യപരമായി സഹായിക്കാൻ കഴിയുന്ന ആളുകൾ, ഏത് മാർഗത്തിലാണോ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നത് ആ രൂപേണ ഈ ദഅവ പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാകണം എന്നുള്ളതാണ് അല്ലാഹുവും പ്രവാചകനും പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അല്ലാഹുവും പ്രവാചകനും പഠിപ്പിച്ചതാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടത് ഇത് ഇബാദത്താണ് എന്നുള്ളതാണ്. പ്രബോധനം എന്നുള്ളത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ഇബാദത്തും അത് പഠിപ്പിക്കേണ്ടത് ആരാണ്? അല്ലാഹുവും പ്രവാചകനും തന്നെയാണ്. അതെങ്ങനെയാവണം, അതിന്റെ രൂപം എങ്ങനെയാവണം, അതിന്റെ ശൈലി എങ്ങനെയാവണം, അതെവിടെ തുടങ്ങണം, അതെങ്ങനെ തുടങ്ങണം, അതെങ്ങനെയാവണം, എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച അതേ പ്രകാരം ദഅവത്തും അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടിരിക്കുന്നത് എനിക്ക് തോന്നിയതുപോലെ ദഅവത്ത് ചെയ്യാം എന്നുള്ളതാണ്. ദഅവത്തിന്റെ സന്ദർഭത്തിൽ എനിക്ക് തോന്നിയതൊക്കെ പറയാം, ഞാൻ പ്രവർത്തിക്കുന്നതൊക്കെ ദഅവത്താണ് എന്ന് തെറ്റിദ്ധരിച്ച പല ആളുകളുണ്ട്. ഉദാഹരണത്തിന് വിദേശത്തൊക്കെ പോയി തൗഹീദ് ലഭിച്ച ആളുകൾ ഉണ്ടാവാം. അവിടെ ചെല്ലുമ്പോ ഇന്ന് നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങൾ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ഖബറുകൾ കെട്ടിപ്പൊന്തിച്ച് അവിടെ ഉറൂസും ഉത്സവവും നേർച്ചയും ആന എഴുന്നള്ളിപ്പും ഇത്തരത്തിലുള്ള ചെണ്ടമേളവും വാദ്യമേളങ്ങളും ഉത്സവപ്പറമ്പ് പോലെയുള്ള ഏർപ്പാടുകളൊന്നും ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ കാണാതിരിക്കുമ്പോൾ പലരും തിരിച്ചു ചിന്തിക്കാറുണ്ട്. അങ്ങനെ ആ ചിന്ത ഒരുപക്ഷെ ഈ തൗഹീദ് അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണമായി തീരാറുണ്ട്. അങ്ങനെ തൗഹീദ് ലഭിച്ച പല ആളുകളും നാട്ടിലേക്ക് വരുമ്പോ നേരത്തെ ഈ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ആയി മുന്നോട്ട് പോകുന്ന പിതാവിനെ കാണുമ്പോൾ ഒരു പുച്ഛമാണ് പിതാവിനോട്, മാതാവിനോട്, കുടുംബക്കാരോട്. ഇവർക്കൊന്നും തൗഹീദില്ലാത്തവർ, അവരെ മോശമായ പേരുകൾ കൊണ്ട് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അവരോട് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുകയും അവരെ അപമാനിക്കുകയും അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഈ തൗഹീദ് കിട്ടിയ പിന്നെ സമൂഹത്തോട് പറയുക എന്നുള്ളതാണ് പലരും. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതിനൊരു രീതിശാസ്ത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെയാവണം, അതെവിടെ തുടങ്ങണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്തു ശൂറയിലെ 214-ാമത്തെ വചനത്തിൽ കാണാം, വഅൻദിർ അശീറതകൽ അഖ്റബീൻ. പ്രവാചകരെ, അൻദിർ, താങ്കൾ പ്രബോധനം ആരംഭിക്കണം, താങ്കൾ ദഅവ പ്രവർത്തനങ്ങൾ തുടങ്ങണം, താങ്കൾ മുന്നറിയിപ്പ് നൽകണം, താക്കീത് നൽകണം. ആരെ? നേരെ അങ്ങാടിയിലേക്ക് ഇറങ്ങാനില്ല, നേരെ നാട്ടുകാരോട് പറയാനല്ല. അശീറതകൽ അഖ്റബീൻ, താങ്കളുമായി ഏറ്റവും അടുത്ത ബന്ധുക്കളോട്, മാതാവിനോട്, പിതാവിനോട്, കുടുംബക്കാരോട്, അവരോടാണ്, കുടുംബത്തിനോടാണ് ആദ്യം പറയേണ്ടത്.
മഹാനായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിലേക്ക് കയറി തന്റെ കുടുംബങ്ങളിലുള്ള ഓരോ ആളുകളെയും വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോടൊക്കെ വളരെ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്, ഫഇന്നി നദീറുൽ ലക്കും ബൈന യദയ അദാബുൻ ശദീദ്. ഈ രൂപത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അപകടകരമായ ശിക്ഷ, നരകശിക്ഷ നിങ്ങളെ ബാധിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, നിങ്ങൾ ഇത് അംഗീകരിക്കണം എന്നൊക്കെ അവരോട് പറയുന്ന രംഗത്തെ മഹാനായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവർ രേഖപ്പെടുത്തി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം തുടങ്ങിയത് ആരോടാണ്? സ്വന്തം കുടുംബത്തോടാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവചരിത്രവും നമുക്ക് കാണാം. ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തുൽ മറിയമിന്റെ 42 മുതൽ 45 വരെയുള്ള വചനങ്ങൾ. ആ വചനങ്ങളൊക്കെ തുടങ്ങുന്നത് യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക فاتبعني أهدك صراطا سويا يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നത് തന്റെ പിതാവിനെയാണ്. യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്തിനാണ് ഈ കണ്ണ് കാണാത്ത, കേൾക്കാത്ത, ഒരു ഉപകാരം അങ്ങേക്ക് ചെയ്യാത്ത, അങ്ങേക്കൊരു ഉപദ്രവം ഏൽപ്പിക്കാത്ത, ഒരു തരത്തിലുള്ള ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത, കാണാനും കേൾക്കാനും കഴിയാത്ത എന്തിനാണ് ഈ കൽപ്രതിമകളെ, അങ്ങയുടെ കരങ്ങളാൽ കൊത്തിയുണ്ടാക്കിയ ഈ വിഗ്രഹങ്ങളെ എന്തിനാണ് പ്രിയപ്പെട്ട പിതാവേ അങ്ങ് ആരാധിക്കുന്നത്? പിതാവിനോട് ചോദിക്കുന്നു. താങ്കൾ പൈശാചികമായ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. പിശാചിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. എനിക്ക് താങ്കൾക്ക് ലഭിക്കാത്ത ചില അറിവുകൾ, വിജ്ഞാനങ്ങൾ ദൈവികമായി ലഭിക്കുന്നുണ്ട്. ഫത്തബിഇനി, താങ്കൾ എന്നെ ഈ വിഷയത്തിൽ പിൻപറ്റണം പിതാവേ. അഹ്ദിക സിറാത്തൻ സവിയ്യ, ശരിയായ മാർഗത്തിലേക്ക് ഞാൻ താങ്കളെ കൊണ്ടുപോകാം. വളരെ ഭവ്യതയോടെ, മാന്യതയോടെ, മര്യാദയോടുകൂടെ തന്റെ പിതാവിനോട് പറയുന്നു അദ്ദേഹം. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ പ്രബോധനത്തിൽ നിന്നും നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, അദ്ദേഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സകല പ്രവാചകന്മാരും ഒന്നാമതായി ദഅവത്ത് നടത്തുന്നത് തന്റെ ഏറ്റവും അടുത്തവരോടാണ്. നമുക്കോ പാപ്പാനോട് പറയൂല, ഉമ്മാനോട് പറയൂല, തന്റെ ഭാര്യയോടും മക്കളോടൊന്നും പറയൂല. നമ്മൾ നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങും. അതല്ല ആദ്യം ചെയ്യേണ്ടത്, തന്റെ കുടുംബത്തിനോട് ഈ വിഷയം നമ്മൾ അവതരിപ്പിക്കണം. ഈ തൗഹീദ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. സ്വീകരിക്കുന്നവരുണ്ടായേക്കാം, സ്വീകരിക്കാത്തവരുണ്ടായേക്കാം. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അവരിലേക്ക് എത്തിച്ചു കൊടുത്തോ എന്നൊരു ചോദ്യം റബ്ബിന്റെ മുന്നിൽ ഉണ്ടാകുമ്പോൾ, അല്ലാഹുവേ ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും ഈ തൗഹീദ് ലഭിച്ചവർക്ക് അത് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനെ വിളിച്ച വിളി നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ വിളിച്ചത്? യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്റെ സ്നേഹമുള്ള പിതാവേ. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ചിലർക്ക് തൗഹീദുള്ള ആളുകൾക്ക്, തൗഹീദ് സ്വീകരിക്കാത്ത, അതറിയാത്തത് മനസ്സിലാക്കാത്ത, മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തന്റെ പിതാവിനെ കാണുമ്പോൾ പുച്ഛമാണ്. ആ പുച്ഛത്തോടുകൂടെയുള്ള സംസാരങ്ങൾ മാതാക്കളോടും പിതാക്കളോടും നടത്തുന്ന തൗഹീദുള്ളവരുണ്ട്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശൈലിയല്ല, അത് പ്രവാചകന്മാരുടെ ശൈലിയല്ല, അത് മര്യാദ ഇബാദത്തായിക്കൊണ്ട് ഈ ദഅവ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാ. അല്ലാഹു പഠിപ്പിച്ച ശൈലിയല്ല. എന്തിനാണ് ഈ ദഅവത്തിന്റെ അതേ ഘടനകൾ, അതേ വാചകങ്ങൾ, അതേ ശൈലികൾ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്? ഇത് നമ്മുടെ ബാധ്യതയാ. പക്ഷേ ആ ബാധ്യത നിറവേറ്റുമ്പോൾ നാം സ്വീകരിക്കേണ്ട ശൈലി ഇതാണ്. മര്യാദ ഉണ്ടാവണം, സൗമ്യമായ പദപ്രയോഗങ്ങളാവണം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ഒന്ന് ആക്ഷേപിച്ചിട്ടില്ല എങ്കിൽ, അവരെ രണ്ട് പറഞ്ഞ് അവരെ ഒന്ന് അടിച്ചിരുത്തിയിട്ടില്ല എങ്കിൽ, പരിഹസിച്ചിട്ടില്ല എങ്കിൽ അതൊരു പ്രബോധനമായിട്ടില്ല, ആ പ്രസംഗം കൊള്ളൂല എന്നൊക്കെ ഒരു ധാരണയാണ്. ആ പ്രസംഗം കൊണ്ട് കൊള്ളണമെങ്കിൽ, അതൊരു തൗഹീദി പ്രഭാഷണമാവണമെങ്കിൽ, ഇപ്പോഴാണ് നമ്മൾ ദേവത്ത് ചെയ്തു എന്ന് നമുക്ക് തോന്നണമെങ്കിൽ എന്താവണം? ആ നാട്ടുകാരെയൊക്കെ ഒന്ന് ആക്ഷേപിച്ച്, അവരെയൊക്കെ ഒന്ന് കളിയാക്കി, ഒന്ന് പരിഹസിച്ച്, ഒന്ന് അടിച്ചിരുത്തി. ഇതല്ല ദഅവത്ത്.
ഇതല്ല ദഅവത്ത്. ഏറ്റവും വലിയ ധിക്കാരിയും ദാഷ്ട്യക്കാരനുമായിരുന്ന അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ പടച്ച റബ്ബ് എന്നുവരെ പ്രഖ്യാപിച്ച ഫിർഔന്റെ സമീപത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഹാറൂൻ നബിയും പറഞ്ഞയക്കുന്നുണ്ട്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ, അതിക്രമകാരിയായ ഫിർഔന്റെ സമീപത്തേക്ക് നിങ്ങൾ രണ്ടുപേരും പോകണം. എന്നിട്ടോ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, നിങ്ങൾ എന്താണ് ലയ്യിൻ? ലയ്യിൻ അറബി അറിയുന്നവർക്കൊക്കെ അറിയാം. വളരെ സോഫ്റ്റ് വേർഡ്സ്, സോഫ്റ്റ് പദപ്രയോഗം, മയമുള്ള സംസാരം. ആരോട്? ഏറ്റവും വലിയ ധിക്കാരിയായ ഖുർആൻ വിശേഷിപ്പിച്ച ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞ ഫിർഔനോട് പോലും ദഅവത്ത് നടത്തുമ്പോൾ സംസാരിക്കേണ്ട, നിങ്ങൾ അനുവർത്തിക്കേണ്ട സംസാര ശൈലി അത് സോഫ്റ്റ് ആവണം. ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, അവൻ നിങ്ങളുടെ ഉത്ബോധനം സ്വീകരിച്ചേക്കാം, അവൻ സൂക്ഷ്മത പാലിച്ചേക്കാം. ഇതാ അല്ലാഹു പറയുന്നത്. നമ്മളോ? നമ്മുടെ ദഅവത്തിന്റെ ശൈലിയോ? ഇത് വളരെ ഗൗരവത്തോടുകൂടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, ആ പ്രവാചകന്റെ ഏറ്റവും വലിയ സ്വഭാവത്തെ കുറിച്ചിട്ട് അല്ലാഹു പറഞ്ഞപ്പോൾ സൂറത്തു ആലി ഇംറാന്റെ 159-ാമത്തെ വചനത്തിൽ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദൂ മിൻ ഹൗലിക്. അല്ലാഹുവിന്റെ അതിമഹത്തായ കാരുണ്യത്തിന്റെ ഭാഗമാണ് പ്രവാചകരെ ലിൻത ലഹും, അവരോട് താങ്കൾ മയത്തോടുകൂടി ഇടപെടുന്നത്. താങ്കളുടെ പ്രബോധിതരോട് ഏറ്റവും സൗമ്യമായി ഇടപെടുന്നത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. ഇനി താങ്കളെങ്ങാനും ഒരു പരുഷ സ്വഭാവി, ഒരു കഠിന ഹൃദയൻ, കടുകട്ടിയുള്ള സംസാരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിലോ അവര് താങ്കളുടെ അടുത്തേക്ക് വരൂല. അവര് താങ്കളുടെ സമീപത്തേക്ക് വരിക. ചില ഖുത്ബകൾ, ചില പ്രഭാഷണങ്ങൾ, ചില സംസാരങ്ങൾ എന്തിനാ? ഞങ്ങളെ കളിയാക്കാനാ? ഞങ്ങളെ പരിഹസിക്കാനാ എന്ന് ചോദിക്കുമാറ് തൗഹീദി പ്രഭാഷണങ്ങൾ വഴിമാറിപ്പോവാറുണ്ട്. നമ്മുടെ ഉദ്ദേശം അതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അവിടെ എപ്പോഴാണ് നമ്മളെ ശൈലി ശരിയാവുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ശൈലി വഴിമാറി സഞ്ചരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രബോധിതരെ, നമ്മുടെ ആരോടാണ് നാം സംസാരിക്കുന്നത്, ആ വിഭാഗത്തെ ആക്ഷേപിക്കുവാനും പരിഹസിക്കുവാനും നമ്മൾ തുനിയുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംസാരത്തിൽ അത്തരം ഒരു ശൈലി ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അവസാനം അദ്ദേഹം പറയുന്ന ഒരു വർത്തമാനം നോക്കൂ. എന്തിനാ അദ്ദേഹം പിതാവിനോട് ഇതൊക്കെ പറയുന്നത്? യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്താനി വലിയ. സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചു വെക്കണം. എന്തിനാണ് നാം തൗഹീദില്ലാത്തവരോട് സംസാരിക്കുന്നത്? എന്തിനാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ വോയിസ് വിടുന്നത്? ഞാൻ എന്തിനാണ് വീഡിയോ ക്ലിപ്പുകൾ മറ്റുള്ളവരിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ നാട്ടുകാരിലേക്ക്, എന്റെ സൗഹൃദ വലയങ്ങളിലേക്ക് ഞാൻ എന്തിന് ഷെയർ ചെയ്യണം? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തണം. ഇബ്രാഹിം നബി ആ ഉത്തരം പറയുന്നു. എന്തിനാണ് പിതാവേ? അങ്ങയോട് എനിക്ക് ഉറപ്പുണ്ടായിട്ടല്ല, അങ്ങയോട് മറ്റൊരു ദേഷ്യം ഉണ്ടായിട്ടല്ല, മറിച്ച് ഞാൻ അങ്ങയോട് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ. എന്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങേക്ക് റഹ്മാനായ റബ്ബിന്റെ അദാബ്, ശിക്ഷ അത് ലഭിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ മോട്ടീവ്? എന്താണ് അദ്ദേഹത്തിന്റെ പ്രചോദനം? നരകശിക്ഷ പിതാവിന് ലഭിക്കുമോ എന്ന ഭയമാണ് അദ്ദേഹത്തിന്. നമ്മൾ എന്തിനാണ് നമ്മുടെ സഹോദരനോട് തർക്കിച്ചത്? നമ്മൾ എന്തിനാണ് വാട്സപ്പിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ക്ലിപ്പുകൾ ഷെയർ ചെയ്തത്? എന്തിനാണ് നമ്മൾ ദഅവ പ്രവർത്തനത്തിന് സജീവമായത്? ഇതാണോ നമ്മുടെ പ്രചോദനം?
എന്റെ സഹോദരങ്ങൾ, എന്റെ പിതാവ്, എന്റെ മാതാവ്, എന്റെ കുടുംബം, എന്റെ നാട്ടുകാർ, എന്റെ സുഹൃത്തുക്കൾ അവർ നരകത്തിൽ പ്രവേശിക്കരുത്. എന്താണോ നമ്മുടെ പ്രചോദനം എങ്കിൽ എങ്ങനെയാ നമുക്ക് അവരെ പരിഹസിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് അവരുടെ മനസ്സിന് മുറിവേൽക്കുന്ന, അവരെ അപമാനിക്കുന്ന, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നത്? എഴുത്തുകളിലൂടെ, അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലൂടെ എങ്ങനെ നമുക്ക് സാധിക്കുന്നു? അപ്പം നമ്മളുടെ പ്രചോദനം മറ്റെന്തോ ആണ് എങ്കിൽ തിരുത്തണം നമ്മൾ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതിന്റെ ഒരു ശൈലി ഇതാണ്, പ്രബോധനത്തിന്റെ രീതി ഇതാണ്. ഇതാണ് അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നത്. ആ ഒരു ശൈലി കാത്തു സൂക്ഷിക്കാനാണ്. ഇതൊരു ഇബാദത്താണ്. ഇത് അള്ളാഹ് പഠിപ്പിച്ചതാണ്. ഇത് പ്രവാചകന്മാർ പഠിപ്പിച്ചതുപോലെയാണ്, പ്രവാചകന്മാർ അനുവർത്തിച്ചതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. നമുക്ക് തോന്നിയതുപോലെയല്ല. നമുക്ക് തോന്നിയതൊക്കെ പറഞ്ഞിട്ട് ഇത് ദഅവത്താണ്, നമുക്ക് തോന്നിയതൊക്കെ ചെയ്തിട്ട് ഇത് ദഅവത്താണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതാണ് ഈ പ്രവാചക വചനങ്ങളിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ അഭിഷേകമായി മനസ്സിലാക്കേണ്ടത്, ദഅവാ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ പല പ്രയാസങ്ങളും ഉണ്ടാകും. എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നും നല്ല പദപ്രയോഗങ്ങളെ കൊണ്ട്, നല്ല സംസാരങ്ങളെ കൊണ്ട് നമ്മെ അഭിനന്ദിക്കുമെന്നും പൂമാലയിട്ട് സ്വീകരിക്കുമെന്നും ഞാനും നിങ്ങളും തെറ്റിദ്ധരിക്കരുത്. മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് പറയുന്നുണ്ട്, മകനെ, വൻഹ അനിൽ മുൻകർ വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇത് പ്രബോധനം ചെയ്താൽ വസ്ബിർ അലാ മാ അസാബക, ക്ഷമ ഉണ്ടാവും, ക്ഷമിക്കാൻ കഴിയും. പലരും പലതും പറയും, പരിഹസിക്കും, ഒറ്റപ്പെടുത്തും, സലാം പറയൂല, കബറടക്കൂല എന്ന് പറയും, നമ്മളെ പള്ളിയിൽ കബറടക്കൂല എന്ന് പറയും. അങ്ങനെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനുള്ള മനക്കരുത്ത് നീ നേടിയെടുക്കണം. അത് തൗഹീദ് കൊണ്ട് നേടിയെടുക്കുന്നതാണ്. ഇതുകൂടെ നമ്മൾ ആ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അടിസ്ഥാനപരമായിട്ട് ഇതൊരു ഇബാദത്താണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇത് നിർവഹിക്കുന്നത് നമ്മുടെ രീതിശാസ്ത്രത്തിലല്ല, മറിച്ച് അള്ളാഹ് പഠിപ്പിച്ചതുപോലെയാണ്, പ്രവാചകന്മാർ പഠിപ്പിച്ചതുപോലെയാണ് എന്നൊരു ബോധ്യം, ഉത്തമമായ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. ആ രൂപത്തിൽ ദഅവത്ത് നടത്തൽ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ അത് 10 ദിവസങ്ങളാണ്. അഥവാ നാം ദുൽഖഅദ മാസത്തിലാണുള്ളത്. ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചാലുള്ള ആദ്യത്തെ 10 ദിവസങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ദല മിനൽ അമലി ഫീ ഹാദി ഖാലു വലൽ ജിഹാദ് ഖാല അലൽ ജിഹാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ അനുഷ്ഠിക്കുന്ന കർമ്മത്തോളം പ്രാധാന്യമുള്ള മറ്റൊരു അമലും മറ്റൊരു ദിവസത്തിലും നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, ജിഹാദ് അതിന് വലിയ പ്രതിഫലം ഉണ്ടല്ലോ, അതും ഇതിനേക്കാൾ ശ്രേഷ്ഠമാണോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു, ജിഹാദുമില്ല. എന്നിട്ട് പറഞ്ഞു, ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. ഒരു മനുഷ്യൻ അയാൾ തന്റെ ശരീരവുമായി യുദ്ധത്തിന് പോയി, പക്ഷേ ശരീരവും സമ്പത്തുമായി യുദ്ധത്തിന് പോയി, ഒന്നും തിരിച്ചു കൊണ്ടുവരാത്ത രൂപത്തിൽ സമ്പത്ത് നഷ്ടപ്പെട്ടു, അയാൾ ഷഹീദാവുകയും ചെയ്താൽ അയാൾക്ക് ഇതിനേക്കാൾ പ്രതിഫലമുണ്ട്. അഥവാ അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള, ജിഹാദിനേക്കാൾ ശ്രേഷ്ഠതയുള്ള അമലുകൾ നാം ഈ 10 ദിവസത്തിൽ ചെയ്യുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഏറെ പരിഗണിക്കേണ്ട, ഏറെ അനുഗ്രഹീതമായ മഹത്വമുള്ള 10 ദിവസങ്ങളാണ് മുന്നിലേക്ക് വരാനുള്ളത്. അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക. എന്തൊക്കെ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്തരം കർമ്മങ്ങളിലൂടെയൊക്കെ ആ ദിവസങ്ങളെ നമ്മൾ ഓരോരുത്തരും പരിഗണിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതേ രൂപത്തിൽ തന്നെ ബലി അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ വഅറാദ അഹദുകും അൻ യുദഹി ഫൽയുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി. അതിന്റെ 1 മുതൽ 10 വരെ എന്ത് ചെയ്യരുത്,
അവർ രോമങ്ങൾ, ശരീരത്തിലുള്ള മുടികൾ, രോമങ്ങൾ, അതുപോലെ തന്നെ നഖം ഇതൊന്നും മുറിക്കാൻ പാടില്ല. അതും ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട് തന്നെ അതിന്റെ മാഹാത്മ്യത്തെ പരിഗണിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.